വിജയ് ഹസാരെ ട്രോഫി ഏകദിന മത്സരങ്ങൾക്കുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ സഞ്ജു ടീമിലില്ല. പകരം സൽമാൻ നിസാറാണ് കേരളത്തെ നയിക്കുക. ക്രിസ്തുമസ് അവധിക്ക് ശേഷം സഞ്ജു ടീമിനൊപ്പം ചേർന്നേക്കുമെന്ന അപ്ഡേറ്റിനൊപ്പം ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ടെസ്റ്റുമായി ബന്ധപ്പെട്ട 6 പോയിന്റുകളാണ് ഈ ഒരു വീഡിയോയിൽ. നമ്പർ 6, രോഹിത് ശർമ്മയുടെ വിക്കറ്റ്. രോഹിത് ശർമ്മ ഇന്നും ബാറ്റിംഗിൽ പരാജയപ്പെട്ടതോടെ ഡഗൌട്ടിലേക്ക് ഗ്ലൗസ് വലിച്ചെറിയുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലാണ്. അദ്ദേഹത്തിന്റെ വിരമിക്കലിന്റെ സൂചനയാണ് ഈ ഗ്ലൗസ് വലിച്ചെറിയലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. നമ്പർ 5, രാഹുലിന്റെ വിക്കറ്റ്. രാഹുലിന്റെയും ജഡേജയുടെയും പോരാട്ടമാണ് ഇന്ത്യയെ ഫോളോ ഓണിൽ നിന്ന് രക്ഷിച്ചത്. എന്നാൽ രാഹുൽ തുടക്കത്തിൽ സ്ലിപ്പിൽ ഒരു അവസരം നൽകിയിരുന്നു. വളരെ സിമ്പിൾ ക്യാച്ചായിരുന്നിട്ടും സ്മിത്ത് അത് കൈവിട്ടു. എന്നാൽ 84 റൺസ് നേടിയ ശേഷം നെയ്തൻ ലിയോണിനെ കട്ട് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഇടയിൽ സ്ലിപ്പിൽ തന്നെ സ്മിത്തിന് ക്യാച്ച് നൽകി രാഹുൽ മടങ്ങി. മനോഹരമായ ഡൈവിംഗ് ക്യാച്ചായിരുന്നു സ്മിത്തിൻ്റേത്. നമ്പർ 4, മിച്ചൽ സ്റ്റാർക്കും അമ്പയറും തമ്മിലുണ്ടായ കമ്മ്യൂണിക്കേഷൻ. ഇടയ്ക്കിടെ മഴ തടസ്സപ്പെടുത്തിയ മത്സരമായിരുന്നു മൂന്നാം ടെസ്റ്റ്. ഗ്രൗണ്ടിൽ വന്ന് കുറച്ചു കഴിയുമ്പോൾ മഴയെത്തുന്നു. പ്ലെയേഴ്സ് ഗ്രൗണ്ട് വിടുന്നു. കുറെ ആയപ്പോൾ മിച്ചൽ സ്റ്റാർക്ക് അസ്വസ്ഥനായി അമ്പയറോട് കലിപ്പ് കാണിക്കുന്ന വീഡിയോയും വൈറലാണിപ്പോൾ. നമ്പർ 3, വിരാട് കോഹ്ലി ഇഷ്യൂ. കോഹ്ലി തുടർച്ചയായി പുറത്താകുന്നത് കമന്ററിയിൽ വരെ നിരാശ ഉണ്ടാക്കി. കോഹ്ലി ലണ്ടനിൽ പോയി സ്ഥിരതാമസമാക്കുന്നതാണ് നല്ലതെന്ന് അനിൽ കുംബ്ലെ പറഞ്ഞതായുള്ള വീഡിയോ പ്രചരിച്ചിരുന്നു. എന്നാൽ താൻ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്നാണ് കുംബ്ലെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമ്പർ 2, ഫോളോ ഓൺ ഒഴിവായ സംഭവം. ടെസ്റ്റ് മാച്ചിൽ ആദ്യം ബാറ്റ് ചെയ്ത ടീമിന്റെ സ്കോറിനേക്കാൾ 200 റൺസോ അതിൽ കൂടുതലോ വ്യത്യാസത്തിൽ എതിർ ടീം ഓൾ ഔട്ടായാൽ ഫോളോ ഓൺ ചെയ്യാൻ സാധിക്കുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ന് ഇന്ത്യ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് പോകുമെന്ന് തോന്നിപ്പിച്ചെങ്കിലും വാലറ്റത്തിന്റെ ചെറുത്തുനിൽപ്പ് ടീമിനെ ഫോളോ ഓണിൽ നിന്നും രക്ഷിച്ചു. ഫോളോ ഓൺ ടാർഗറ്റ് മറികടന്ന നിമിഷം കോഹ്ലിയും ഗംഭീറും ആഘോഷമാക്കിയ വീഡിയോയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. നമ്പർ 1, ടെസ്റ്റിന്റെ 5ാം ദിവസത്തെ സംബന്ധിച്ചാണ്. ഇപ്പോഴും ഇന്ത്യ 193 റൺസ് പിന്നിലാണ് എന്നതുകൊണ്ട് ഓസ്ട്രേലിയയ്ക്ക് ഒരു വിജയപ്രതീക്ഷ നിലനിൽക്കുന്നു. കാലാവസ്ഥ അനുകൂലമായാൽ ഒരു ഏകദിന ഫോർമാറ്റ് മത്സരം പോലെ 2ാം ഇന്നിംഗ്സിൽ 150 200 റൺസ് എടുത്ത് ഡിക്ലെയർ ചെയ്ത് ഇന്ത്യയെ തോൽപ്പിക്കാൻ ഒരു ശ്രമം നടത്താൻ അവർക്ക് സാധിക്കും. കൂടുതൽ ക്രിക്കറ്റ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.